കുറവിലങ്ങാട് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മർത്തമറിയം അർക്കദിയാക്കോൻ തീർത്ഥാടന കേന്ദ്രത്തിൽ 3 നോമ്പ് തിരുനാളിന് 25-ന് കൊടിയേറും. 25-ന് രാവിലെ 6:45-ന് ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ തോമസ് മേനാച്ചേരി തിരുനാൾ കൊടിയേറ്റും. മാർത്തോമ നസ്രാണികളുടെ ശ്രേഷ്ഠ പാരമ്പര്യമായ ബാവുസ നമസ്കാരം പുനരാരംഭിക്കുന്നുവെന്ന പ്രത്യേകത ഇത്തവണത്തെ തിരുനാൾ ആഘോഷത്തിനുണ്ട്. 3 നോമ്പ് തിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി പള്ളി അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആത്മീയ ഒരുക്കങ്ങളുടെ ഭാഗമായി പകലോമറ്റം തറവാട് പള്ളിയിൽ സഭൈക്യവാരത്തിന് ശനിയാഴ്ച സമാപനമാകും. തിരുനാളിന് കൊടിയേറുന്ന 25-ന് രാവിലെ 5:30, 6:45, 8:45, 11, 4:30 എന്നീ സമയങ്ങളിൽ വിശുദ്ധ കുർബാന. 26-ന് രാവിലെ 8:30-ന് വിശുദ്ധ കുരിശിന്റെ തിരുശേഷിപ്പ് പരസ്യവണക്കത്തിന് പ്രതിഷ്ഠിക്കും. വൈകുന്നേരം 2:30-ന് തിരുശേഷിപ്പ് തിരികെ മാർത്തോമാ ശ്ലീവ പേടകത്തിലേക്ക് പ്രതിഷ്ഠിക്കും. 3 നോമ്പ് തിരുനാളിന്റെ തിങ്കളാഴ്ചയും വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളിലും മാത്രമാണ് വിശുദ്ധ കുരിശിന്റെ തിരുശേഷിപ്പ് പരസ്യവണക്കത്തിന് പ്രതിഷ്ഠിക്കുന്നത്. വിശ്വാസികൾക്ക് തിരുശേഷിപ്പ് തൊട്ടുവണങ്ങി പ്രാർത്ഥിക്കാൻ അവസരം ലഭിക്കും. യോനാ പ്രവാചകന്റെ നിനവേ യാത്രയുടെ സ്മരണകൾ ഉണർത്തുന്ന കപ്പൽ പ്രദക്ഷിണം 27-ന് ഉച്ചകഴിഞ്ഞ് 1-ന് ആരംഭിക്കും. കടപ്പൂര് കരക്കാരുടെ നേതൃത്വത്തിലാണ് 1 മണിക്കൂർ നീളുന്ന കപ്പലോട്ടം നടക്കുന്നത്. നാവിക പാരമ്പര്യം പേറുന്ന കടപ്പൂർ നിവാസികൾ തലമുറകളായി തനിമ നഷ്ടപ്പെടാതെ കപ്പലോട്ടത്തിന് നേതൃത്വം നൽകുന്നു. 27-ന് 9 മുതൽ ആനവായി ചക്കര നേർച്ച ആശീർവദിച്ചു നൽകും. തിരുനാളുമായി ബന്ധപ്പെട്ട് പ്രത്യേക അവകാശങ്ങൾ പേറുന്ന കാളികാവ്, കടപ്പൂർ, കുറവിലങ്ങാട് കരക്കാരും കണിവേലിൽ കരോട്ടെക്കുന്നേൽ കുടുംബക്കാരും മുത്തിയമ്മയ്ക്കരികിൽ നേർച്ചയുണ്ടാക്കി വിളമ്പി നൽകുന്ന പതിവും തുടരും. അവകാശങ്ങളെല്ലാം വലിയ പള്ളിയുടെ മോണ്ടളത്തിൽ വെച്ചാണ് സമ്മാനിക്കുന്നത്. തിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ തോമസ് മേനാച്ചേരി അറിയിച്ചു. കുറവിലങ്ങാട് മർത്തമറിയം മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ആർച്ച് ഡീക്കൻ തീർത്ഥാടന ദേവാലയത്തിലെ 3 നോമ്പ് തിരുനാളിനെ കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ 3 നോമ്പ് തിരുനാൾ ജനുവരി മാസം 26, 27, 28, 29 തീയതികളിലാണ്. 27-ാം തീയതി ആണ് പ്രസിദ്ധമായിട്ടുള്ള കപ്പൽ പ്രദക്ഷിണം നടക്കുന്നത്. ഈ വർഷത്തെ തിരുനാൾ എല്ലാ ചിട്ടകളും കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് തന്നെയാണ് നടത്തുന്നത്. ഈ വർഷത്തിൻ്റെ പുതുമ എന്നുള്ളത് നൂറ്റാണ്ടുകളായിട്ട് നിന്നുപോയ അതിപുരാതന കാലം മുതൽ തന്നെ 3 നോമ്പിൻ്റെ പ്രധാന ഭാഗമായിട്ട് നടത്തി വന്നിരുന്ന ബാവൂസ ദുനിവായെ അല്ലെങ്കിൽ ബാവൂസ ശുശ്രൂഷ എന്ന് വിളിക്കപ്പെടുന്ന ആ പ്രാർത്ഥനാക്രമം, സുറിയാനി പ്രാർത്ഥനാക്രമം പുനരുദ്ധരിച്ച് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് വീണ്ടും ഉപയോഗിക്കാനായിട്ട് ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഈ വർഷത്തെ തിരുനാളിൻ്റെ ഒരു പുതുമ. എല്ലാ ദിവസവും 3 നോമ്പിൻ്റെ 3 ദിവസങ്ങളിലും രാവിലെയും ഉച്ച കഴിഞ്ഞും 2 പ്രാവശ്യമായിട്ട് ഈ പ്രാർത്ഥനാകർമ്മം നടത്തുന്നതാണ്. ആദ്യത്തെ ദിവസം പതിവ് പോലെ വൈകുന്നേരത്തെ പ്രദക്ഷിണം, അന്ന് രാവിലെയും ഉച്ച കഴിഞ്ഞും ബാവൂസ നമസ്കാരവും ഉണ്ടായിരിക്കും. 2ാമത്തെ ദിവസം പ്രധാന തിരുനാൾ ദിവസമായ 27-ാം തീയതി ബാവൂസ നമസ്കാരത്തിന് ശേഷം അഭിമന്യ പാലാരൂപതാധ്യക്ഷൻ്റെ കാർമ്മികത്വത്തിലുള്ള വിശുദ്ധ കുർബാന അർപ്പണമാണ്. തുടർന്ന് കടപ്പൂർ കരക്കാരുടെ നേതൃത്വത്തിലുള്ള കപ്പൽ പ്രദക്ഷിണം നടക്കും. കുറവിലങ്ങാട് പള്ളിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഫാദർ ജോസഫ് മണിയഞ്ചിറ, ഫാദർ പോൾ കുന്നുംപുറത്ത്, ഫാദർ തോമസ് താന്നിമലയിൽ, കൈക്കാരന്മാരായ സുനിൽ ജോസഫ്, ജോസ് പടവത്ത്, റെജി തോമസ്, VC ജോയ്, ഷൈജു, ജിജി, ബെന്നി കോച്ചേരി, ബോബിച്ചൻ നിതീരി, ജോസ് സി, ബിജു താനിക്കത്തറയിൽ, റിബിൻ, ജിനു എന്നിവർ പങ്കെടുത്തു. i4 ന്യൂസ്, ഏറ്റുമാനൂർ.